ഹലോ, ഗുഡ് മോർണിംഗ്. ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് എന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൈൻഡ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ. അതിനകത്ത് വരുന്ന ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ആണ് ഹാൻഡ്ലൂം വ്യൂവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഹാൻഡ്ലൂം വ്യൂവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ്, ഹാൻഡ്ലൂം വ്യൂവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്റ്റേറ്റ് ലെവൽ ഓർഗനൈസേഷനാണ് ഹാൻഡെക്സ്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഹാൻഡ്ലൂം വ്യൂവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് 2 tier സ്ട്രക്ചറായിരുന്നു ഉണ്ടായിരുന്നത്. പ്രൈമറി ലെവൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, പ്രൈമറി ലെവൽ ഹാൻഡ്ലൂം വ്യൂവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ദെൻ അതിൻ്റെ സ്റ്റേറ്റ് ലെവൽ ഓർഗനൈസേഷനാണ് ഹാൻഡെക്സ്, കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വ്യൂവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇതിൻ്റെ ഷോർട്ട് ഫോമാണ് ഹാൻഡെക്സ് എന്നുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഹാൻഡ്ലൂം വ്യൂവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രൈമറി ലെവൽ സൊസൈറ്റിയെക്കുറിച്ച് നമ്മുടെ ടെസ്റ്റിനകത്ത് ഒന്നും പറയുന്നില്ല. 2 tier സ്ട്രക്ചറാണുള്ളത്, പ്രൈമറി ലെവലുണ്ട്, ദെൻ സ്റ്റേറ്റ് ലെവലാണ് ഹാൻഡെക്സ്. അപ്പോൾ സ്റ്റേറ്റ് ലെവൽ ഓർഗനൈസേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. സോ ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1961 ആൻഡ് ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് തിരുവനന്തപുരം. ഹാൻഡെക്സ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ലെവൽ ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ്. So it was established in 1961. It is an apex federation of primary handloom viewers cooperative society. Handloom viewers cooperative societyക്ക് പ്രൈമറി ലെവൽ സൊസൈറ്റി ഉണ്ട്, സ്റ്റേറ്റ് ലെവൽ സൊസൈറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റേറ്റ് ലെവൽ ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ ഹാൻഡെക്സിൽ എല്ലാ പ്രൈമറി ലെവലിലുള്ള ഹാൻഡ്ലൂം വ്യൂവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും അഫിലിയേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കും, അതിൻ്റെ അപ്പെക്സ് ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് ഹാൻഡെക്സ് ഈസ് എ അപ്പെക്സ് ഫെഡറേഷൻ ഓഫ് ഓൾ പ്രൈമറി ഹാൻഡ്ലൂം വ്യൂവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. എല്ലാ പ്രൈമറി ലെവലിലുള്ള ഹാൻഡ്ലൂം വ്യൂവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും ഒരു ഫെഡറേഷനാണ് അതിൻ്റെ അപ്പെക്സ് ലെവൽ ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ ഹാൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷനാണ്. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഈസ് എൻ്റയർ സ്റ്റേറ്റ് ഓഫ് കേരള. ഒരു സ്റ്റേറ്റ് ലെവൽ ഓർഗനൈസേഷൻ ആയതുകൊണ്ട് എൻ്റയർ സ്റ്റേറ്റ് ഓഫ് കേരള, കേരളത്തിൽ മൊത്തമാണ് ഇതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ദെൻ ലാബിലിറ്റി ഈസ് ലിമിറ്റഡ് ടു ദ ഷെയർസ് സബ്സ്ക്രൈബ്ഡ് ബൈ ദ മെമ്പേഴ്സ്. എത്ര ഷെയർ ആണോ മെമ്പേഴ്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അത്രയാണ് അത് അവരുടെ ലാബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ലാബിലിറ്റി ലിമിറ്റഡ് ടു ദ ഷെയർസിന് ലിമിറ്റഡ് ആണ് അവരുടെ ലാബിലിറ്റി എന്നർത്ഥം. ദെൻ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ 10 crores ആണ് ഹാൻഡെക്സിൻ്റെ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ 10 crores. ദെൻ അതിൻ്റെ മെമ്പർഷിപ്പാണ്. മെമ്പർഷിപ്പ് 2 types ഓഫ് മെമ്പർഷിപ്പാണ്. ഓൾ പ്രൈമറി ഹാൻഡ്ലൂം വ്യൂവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഓക്കെ, അവരുടെ കീഴിൽ വരുന്ന എല്ലാ പ്രൈമറി ഹാൻഡ്ലൂം വ്യൂവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും ഇതിൽ മെമ്പറാണ്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സ്പിന്നിങ് മിൽസും. കേരളത്തിനകത്ത് ഒത്തിരി സ്പിന്നിങ് മില്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്പിന്നിങ് മില്ലുകളെല്ലാം എന്തിൻ്റെ കീഴിലാണ് വരുന്നത്? ഹാൻഡെക്സിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ ഓൾ പ്രൈമറി ഹാൻഡ്ലൂം വ്യൂവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സ്പിന്നിങ് മില്ലും ആണ് എന്തിൽ മെമ്പേഴ്സ് ആയിട്ടുള്ളത്? ഹാൻഡെക്സിൽ മെമ്പേഴ്സ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ഇതിൻ്റെ ഒബ്ജക്റ്റാണ്. ഒരു 5 ഒബ്ജക്ട്സ് നമുക്ക് പറയണം. ഫസ്റ്റ് വൺ, ടു ഓർഗനൈസ് ദ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി ഇൻ ദ സ്റ്റേറ്റ് ആസ് എ സൗണ്ട് കൊമേഴ്ഷ്യൽ ബേസിസ് ആൻഡ് ടു മാർക്കറ്റ് ഇറ്റ്സ് പ്രോഡക്റ്റ് ഇൻ ആൻഡ് ഔട്ട്സൈഡ് ഓഫ് ദ സ്റ്റേറ്റ്. ഒന്നാമത്തെ ഹാൻഡെക്സിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ടു ഓർഗനൈസ് ദ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി ഇൻ ദ സ്റ്റേറ്റ് ആസ് എ സൗണ്ട് കൊമേഴ്ഷ്യൽ ബേസിസ്. ഓക്കെ, ഒരു സൗണ്ട് കൊമേഴ്ഷ്യൽ ബേസ് ഉണ്ടാക്കണം ഹാൻഡ്ലൂം ഇൻഡസ്ട്രീസിന്. ഇപ്പോൾ സ്റ്റേറ്റിനകത്തെ എല്ലാ ഹാൻഡ്ലൂം ഇൻഡസ്ട്രീസിനും മൊത്തത്തിൽ എന്ത് വേണം? ഒരു കൊമേഴ്ഷ്യൽ ബേസ് ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ കൊമേഴ്ഷ്യൽ ബേസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുമ്പം ഈ ഹാൻഡ്ലൂം ഇൻഡസ്ട്രീസൊക്കെ, കൈത്തറി വ്യവസായമൊക്കെ നേരിടുന്ന വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് അവർ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകൾ എഫിഷ്യൻ്റായിട്ട് മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ എഫിഷ്യൻ്റായിട്ട് അവരുടെ പ്രോഡക്റ്റുകൾ, കൈത്തറി മേഖലയിലുള്ള പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. അത് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിലും അതല്ലെങ്കിൽ സ്റ്റേറ്റിനകത്ത് പുറത്തേക്കാണെങ്കിലും സ്റ്റേറ്റിനകത്ത് തന്നെയാണെങ്കിലും ആ രീതിയിൽ അവരുടെ പ്രോഡക്റ്റുകൾ എഫിഷ്യൻ്റായിട്ട് മാർക്കറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരണം. അതാണ് ഉദ്ദേശിക്കുന്നത്. ടു ഓർഗനൈസ് ദ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി ഇൻ ദ സ്റ്റേറ്റ് ആസ് എ സൗണ്ട് കൊമേഴ്ഷ്യൽ ബേസിസ്. സ്റ്റേറ്റിനകത്ത് ഹാൻഡ്ലൂം ഇൻഡസ്ട്രീസിന് ഒരു വേണം? ഒരു
കൊമേഴ്ഷ്യൽ ബേസ് ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, നല്ല രീതിയിലുള്ള ഒരു കൊമേഴ്ഷ്യൽ ബേസ് ഉണ്ടാക്കിയെടുക്കണം. അതിലൂടെ അവരുടെ പ്രോഡക്റ്റുകൾ ഏറ്റവും എഫിഷ്യൻ്റായിട്ട് സ്റ്റേറ്റിനകത്തും പുറത്തും ഒക്കെ വിതരണം ചെയ്യുന്നതിനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. ദെൻ സെക്കൻഡ്, ടു അഡ്വാൻസ് ഗ്രാൻസ് ടു അഫിലിയേറ്റഡ് സൊസൈറ്റി. ഹാൻഡെക്സിൽ അഫിലിയേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്നത് പ്രൈമറി ലെവലുള്ള ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സ്പിന്നിങ് മില്ലും ഉണ്ട്. ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഗ്രാൻറ്റുകൾ കൊടുക്കണം. അവരുടെ പ്രവർത്തനങ്ങൾ എഫിഷ്യൻ്റായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നതിനാവശ്യമായിട്ടുള്ള ഗ്രാൻറ്റ് കൊടുക്കണം. ദെൻ ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയൽ സെക്ടർ നേരിടുന്ന ഏറ്റവും വലിയ മറ്റൊരു പ്രോബ്ലം ആയിട്ട് പറയുന്നത് അവരുടെ പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഈ റോ മെറ്റീരിയലിൻ്റെ പ്രോബ്ലം ഉണ്ട്, അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി അവർക്ക് ആവശ്യമായിട്ടുള്ള ഗ്രാൻറ്റുകൾ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് സെക്കൻഡ് ഒബ്ജക്റ്റ് പറയുന്നത്. തേർഡ്, ടു പ്രൊവൈഡ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് ഫെസിലിറ്റി. ഈ മേഖലയുമായി ബന്ധപ്പെട്ട റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യണം, ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യണം, ട്രെയിനിങ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക. ദെൻ ഫോർത്ത്, ടു ഡെവലപ്പ്, അസിസ്റ്റ്, സൂപ്പർവൈസ് ആൻഡ് കൺട്രോൾ ദ വർക്കിംഗ് ഓഫ് അഫിലിയേറ്റഡ് സൊസൈറ്റി. ഹാൻഡെക്സിൽ അഫിലിയേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന പ്രൈമറി ലെവലിലുള്ള ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സ്പിന്നിങ് മിൽസിൻ്റെയും പ്രവർത്തനങ്ങളെ അസിസ്റ്റ് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒബ്ജക്റ്റായിട്ട് പറയുന്നത്. നെക്സ്റ്റ്, ഫിഫ്ത്ത് ഒബ്ജക്റ്റ്, ടു പർച്ചേസ് നെസസറി റോ മെറ്റീരിയൽസ് ആൻഡ് അതർ റിക്വസിറ്റ്സ് ഫോർ ദ ഇൻഡസ്ട്രി. ഈ ഇൻഡസ്ട്രീസിന് ഹാൻഡ്ലൂം മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയലും മറ്റു കാര്യങ്ങളും വാങ്ങിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. നേരത്തെ പറഞ്ഞല്ലോ, റോ മെറ്റീരിയലിൻ്റെ അപര്യാപ്തത എന്ന് പറയുന്നത് ഈ മേഖല നേരിടുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിനകത്തു നിന്നോ അതല്ലെങ്കിൽ പുറത്തു നിന്നോ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ വാങ്ങിക്കുന്നതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു 5 ഒബ്ജക്ട്സ് നമുക്ക് ഇതിനകത്ത് ഓർക്കണം. ഓക്കെ, ഫസ്റ്റ് വൺ, ടു ഓർഗനൈസ് ദ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി ഇൻ ദ സ്റ്റേറ്റ് ആസ് എ സൗണ്ട് കൊമേഴ്ഷ്യൽ ബേസ്. സ്റ്റേറ്റിനകത്ത് ഹാൻഡ്ലൂം സെക്ടേഴ്സിനെ ഒരു സൗണ്ട് കൊമേഴ്ഷ്യൽ ബേസ് ഉണ്ടാക്കി കൊടുക്കുക. ദെൻ ഗ്രാൻറ്റുകൾ അഡ്വാൻസ് ചെയ്യുക. ദെൻ റിസർച്ചുകളും ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസും ട്രെയിനിങ് പ്രോഗ്രാമുകളും കണ്ടക്ട് ചെയ്യുക. ദെൻ അഫിലിയേറ്റഡ് സൊസൈറ്റീസിനെ അസിസ്റ്റ് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ദെൻ ലാസ്റ്റ്, റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഓക്കെ, ജനറൽ ബോഡി ഈസ് ദ അൾട്ടിമേറ്റ് അതോറിറ്റി. 2 ലെവൽസാണ് വരുന്നത്. ഒന്ന് ജനറൽ ബോഡിയുണ്ട്, ദെൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ഉണ്ട്. ജനറൽ ബോഡിയാണ്, സോ ഇറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് അതോറിറ്റി ഓഫ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഹാൻഡെക്സിൻ്റെ അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ്, ആരൊക്കെയാണ് അതിനകത്തുള്ളത് എന്നുള്ളതാണ്. ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. 1 റെപ്രസെൻറ്റേറ്റീവ് ഫ്രം ഓൾ മെമ്പർ സൊസൈറ്റീസ്. എല്ലാ മെമ്പർ സൊസൈറ്റിയിൽ നിന്നും ഒരു റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാവും. അപ്പോൾ സ്റ്റേറ്റിനകത്ത് വരുന്ന എല്ലാ പ്രൈമറി ലെവലിലുള്ള സൊസൈറ്റികളും ഇതിൽ അഫിലിയേറ്റഡ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സ്പിന്നിങ് മില്ലും ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഉള്ള ഒരു റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാവും. പിന്നെ ബോർഡ് ഓഫ് ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ് ഉണ്ടാവും. ദെൻ 1 റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ഗവൺമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഒരു മെമ്പറും ഉണ്ടാവും. ഇത്രയും ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു ജനറൽ ബോഡിയുണ്ട്. ഈ ജനറൽ ബോഡിയാണ്, സോ ഇറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് അതോറിറ്റി ഓഫ് ഹാൻഡെക്സ്. ദെൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മാനേജ് ദ ഡേ ടു ഡേ ഓപ്പറേഷൻ ഓഫ് ദ സൊസൈറ്റി. ദെൻ പിന്നെ അതിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻ മാനേജ് ചെയ്യുന്നതിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സുമുണ്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 19 മെമ്പേഴ്സ് ഉൾക്കൊള്ളുന്ന ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. അവരാണ് സോ ടു മാനേജ് ദ ഡേ ടു ഡേ ഓപ്പറേഷൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതാണ് ഹാൻഡെക്സിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻസ്, ഫസ്റ്റ് വൺ, സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ് ടു ഇറ്റ്സ് അഫിലിയേറ്റഡ് സൊസൈറ്റി. റോ മെറ്റീരിയൽസിൻ്റെ പ്രോബ്ലം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അഫിലിയേറ്റഡ് സൊസൈറ്റീസിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ. ദെൻ സെക്കൻഡ്, പ്രൊക്യൂർമെൻറ്റ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഹാൻഡ്ലൂം പ്രോഡക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഇറ്റ്സ് അഫിലിയേറ്റഡ് സൊസൈറ്റീസ് ബൈ ദ അഫിലിയേറ്റഡ് സൊസൈറ്റീസ്. അഫിലിയേറ്റഡ് സൊസൈറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹാൻഡ്ലൂം പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നതിനും അത് അവരുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നതിനും അവർക്ക് നഷ്ടമുണ്ടാവാത്ത രീതിയിലുള്ള ഒരു വില കൊടുത്ത് അവരുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കുകയും അത് മാർക്കറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളെടുക്കണം. ദെൻ തേർഡ്, ഇറ്റ് ഹെൽപ്സ് ദ പ്രൈമറി സൊസൈറ്റീസ് ടു ഓപ്പണിംഗ് സെയിൽസ് ഡിപ്പോസ് ടു പ്രൊമോട്ട് ദെയർ സെയിൽസ്.
പ്രൈമറി ലെവലിലുള്ള ഹാൻഡ്ലൂം വ്യൂവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സെയിൽസ് ഡിപ്പോകൾ അവിടെ സ്പേസ് കൊടുക്കണം. സെയിൽസ് ഡിപ്പോസ് എന്നുള്ളിടത്ത് സെയിൽസ് ഡിപ്പോകൾ ഓപ്പൺ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കുക. ഈ ഹാൻഡ്ലൂം സെക്ടറൊക്കെ ഫെസ്റ്റിവൽ സീസണുകളിലൊക്കെ, ഓണം അതുപോലുള്ള ഫെസ്റ്റിവൽ സീസണുകളിലൊക്കെ പ്രധാനപ്പെട്ട ടൗണുകളിലെല്ലാം അവരുടെ സെയിൽസ് ഡിപ്പോകൾ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ആ സമയത്ത് ഒരു ഫെസ്റ്റിവൽ സീസണിലൊക്കെ സെയിൽസ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അപ്പോൾ അത്തരത്തിൽ എന്ത് വേണം, സെയിൽസ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി സെയിൽസ് ഡിപ്പോകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സഹായം പ്രൈമറി സൊസൈറ്റീസിന് ചെയ്തു കൊടുക്കണം. ഇറ്റ് ഹെൽപ്സ് ദ അഫിലിയേറ്റഡ് സൊസൈറ്റി ടു എക്സ്പോർട്ട് ദെയർ പ്രോഡക്റ്റ്. നമ്മുടെ രാജ്യത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് ഒത്തിരി ഹാൻഡ്ലൂം മേഖലയിലുള്ള പ്രോഡക്റ്റുകൾ വിദേശ രാജ്യങ്ങളിലൊക്കെ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള സഹായങ്ങൾ, അതായത് ഇറ്റ് ഹെൽപ്സ് ദ അഫിലിയേറ്റഡ് സൊസൈറ്റി ടു എക്സ്പോർട്ട് ദെയർ പ്രോഡക്റ്റ്, അവരുടെ പ്രോഡക്റ്റുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. ഇറ്റ് ടു അണ്ടർടേക്ക് ട്രേഡ് എക്സിബിഷൻ വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ്, സ്റ്റേറ്റിനകത്തും പുറത്തും ട്രേഡ് എക്സിബിഷനുകൾ കണ്ടക്ട് ചെയ്യണം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഫെസ്റ്റിവൽ സീസണുകളിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഈ ഹാൻഡ്ലൂം മേഖലയിലുള്ള പ്രോഡക്റ്റുകൾ എക്സിബിഷനുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. പ്രോഡക്റ്റുകൾ പൊതുജനങ്ങൾക്ക് കൂടുതൽ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ ഈ മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആളുകൾ അത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾക്ക് അത്ര പ്രാധാന്യം നൽകാറില്ല. അവർക്കത് എഫിഷ്യൻ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയാറില്ല. അപ്പോൾ ഇത് പൊതുജനങ്ങളെ ഈ പ്രോഡക്റ്റുകളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ട്രേഡ് എക്സിബിഷനുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഫെസ്റ്റിവൽ സീസണുകളിലും മറ്റുമൊക്കെ ആയിട്ട് അത്തരത്തിലുള്ള ട്രേഡ് എക്സിബിഷനുകൾ കണ്ടക്ട് ചെയ്യാൻ വിത്തിൻ ദ സ്റ്റേറ്റ് ഓർ ഔട്ട്സൈഡ്, സ്റ്റേറ്റിനകത്തും പുറത്തും അത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഇത്രയാണ് ഇതിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. സപ്ലൈ റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യണം. പിന്നെ മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. പിന്നെ സെയിൽസ് ഡിപ്പോകൾ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായം ചെയ്തു കൊടുക്കണം. നെക്സ്റ്റ് പ്രോഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കണം. ദെൻ ട്രേഡ് എക്സിബിഷനുകൾ കണ്ടക്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് എന്ത് പറയുന്നത്, ഇതിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ ഞാൻ നോട്ടായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇതിൻ്റെ പ്രോബ്ലംസും കൂടെ പറയുന്നുണ്ട്. പ്രോബ്ലംസ് ഓഫ് ആൻഡെക്സ് സൊസൈറ്റീസ് ഒന്ന് പറയുന്നത് പ്രോബ്ലം ഓഫ് റോ മെറ്റീരിയലാണ്. ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. നോക്കൂ കേട്ടോ. ഒന്ന്, പ്രോബ്ലംസ് ഓഫ് റോ മെറ്റീരിയൽ പ്രോബ്ലംസ് ഇവർ ഫേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈ ലെവലുള്ള കോമ്പറ്റീഷൻ നേരിടുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് ഹൈ കോമ്പറ്റീഷൻ, അതായത് മറ്റുള്ള ഹാൻഡ്ലൂം ഇൻഡസ്ട്രി സെക്ടർ പൊതുവെ ആളുകൾക്ക് വലിയ പരിചയമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റുള്ള മേഖലയിൽ നിന്ന് വലിയ തോതിലുള്ള കോമ്പറ്റീഷൻ ഇവർ നേരിടുന്നു എന്നുള്ളതാണ്. ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയൊക്കെ അല്ലേ, ടെക്സ്റ്റൈൽസ് മിൽസുകളൊക്കെ, അതുപോലെ തന്നെ മറ്റുള്ള മേഖലയിൽ നിന്ന് ഈ മേഖലയ്ക്ക് കൈത്തറി മേഖലയ്ക്ക് വലിയ തോതിലുള്ള കോമ്പറ്റീഷൻ നേരിടുന്നു എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന് ഇന്നാഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനില്ല എന്നുള്ളത്. ദെൻ പ്രോബ്ലം ഓഫ് മാർക്കറ്റിംഗ് പ്രോബ്ലം, ഇവർ ഹാൻഡ്ലൂം മേഖല ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകൾ എഫിഷ്യൻ്റായിട്ട് മാർക്കറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന് മാനേജ്മെൻറ്റ് ഇൻഎഫിഷ്യൻസി, എഫിഷ്യൻ്റായിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് ഇല്ല എന്നുള്ളത്. മറ്റൊന്ന് ടെക്നിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ് വളരെ കുറവാണെന്നുള്ളത്. പരമ്പരാഗതമായിട്ടുള്ള രീതിയിലാണ് ഇവർ പ്രവർത്തിച്ചു പോകുന്നത് എന്നുള്ളത്. മോഡേൺ ബിസിനസ് വേൾഡ് എന്ന് പറയുന്നത് ഹൈലി ടെക്നോളജിക്കലാണ്. അപ്പോൾ അത്തരത്തിലുള്ള മോഡേൺ ടെക്നോളജി ഒന്നും ഈ മേഖല അഡോപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രോബ്ലമായിട്ട് പറയുന്നത്. ഇങ്ങനെ ഇത്രയും കുറച്ച് പ്രോബ്ലംസും കൂടെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഈ പ്രോബ്ലം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹാൻഡ്ലൂം ഫസ്റ്റ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് എന്നുള്ള ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയൽ സെക്ടർ നമുക്കവിടെ നിർത്താം. പിന്നീട് നമുക്ക് കയർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ള മേഖലയിലേക്കാണ് പോകേണ്ടത്. അപ്പം ഇതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനോടൊപ്പം ഒന്ന് ഓർത്ത് വെക്കുക. റോ മെറ്റീരിയൽ പ്രോബ്ലം, ഹൈ കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുന്നു എന്നുള്ളത്, ഇന്നാഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, ദെൻ പ്രോബ്ലം ഓഫ് മാർക്കറ്റിംഗ്, ദെൻ മാനേജീരിയൽ ഇൻഎഫിഷ്യൻസി, പിന്നെ ടെക്നിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ല എന്നുള്ള കാര്യം. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. എന്നാൽ നമുക്ക് ആ ഒരു പാർട്ട് അവിടെ നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക്
കയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. കയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയോടൊപ്പം പിന്നീട് നമുക്ക് പറയേണ്ടത് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിനകത്ത് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, ദെൻ ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, ദെൻ പോൾട്രി സൊസൈറ്റി ഉണ്ട്. ഇങ്ങനെ 6 തരത്തിലുള്ള കോപ്പറേറ്റീവ്സ് ടൈപ്സാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.